ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രം നടന്നില്ല. എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു. അല്ല, തിരി തെളിഞ്ഞല്ല, തിരി കെട്ടു. ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് ഒരു എന്താ പറയുക, മാളികപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു. മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു, എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ. അപ്പോൾ അതെ, പക്ഷെ അതിൻ്റെ മാളികപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ IMA ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അന്ന് നെഞ്ചു വിരിച്ച്, അന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു. പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിടിപ്പോടെയാണ് നിൽക്കുന്നത്. ഇത്ര നേരം സംസാരിക്കാത്തതുകൊണ്ട് ഇവ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അതിനൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷനിൽ പോലും ഇത്ര സംസാരിക്കാറില്ല. ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോ ഒക്കെ സംസാരിച്ചു പോകുന്നതാണ്. പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ടാ, മുരളി കുന്നമ്പുറത്ത്. തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടൻ്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന്. എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ നന്ദി പറയുന്നു. ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നേക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജിൻ രാജ് പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. എന്താ പറയുക, അഭിലാഷിന്റെ കൂടെ 6ാമത്തെ സിനിമയാണ്. അപ്പൊ ആദ്യം എനിക്കൊന്ന് കടാവറാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴില്. അപ്പോ ആ സമയത്ത് തന്നെ അഭിലാഷ് പറഞ്ഞ കഥ സുമതി വളവാണ്. പറയാൻ പറഞ്ഞിരുന്നത് സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെയും പേജിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് മറച്ചു വെക്കുന്നില്ല, നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്, എല്ലാവരോടും ഒരുപാട് നന്ദി. അല്ല, ഞാനിത് എഴുതുമ്പോഴും ഈ പാട്ടൊക്കെ കേട്ടോണ്ടാണ് എഴുതിയത്. കാരണം കുറെ നാള് ട്രിവാൻഡ്രത്ത് താമസിച്ച സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി, സുമതി വളവ്. അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ഒരു 5 ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി 12 മണിക്ക് ആ വളവിൽ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അടിക്കണ്ട, അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം. ആ ഒരു നമ്മൾ കേട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണമെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടിക്കേട്ട പാട്ടുകൾ ഒരു പാട്ടായിരുന്നു വിനയൻ സാറിന്റെ തന്നെ പുതുമഴയായി ആകാശങ്ങളിലെ പാട്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചിത്രത്താഴിലെ ഒരു മുறை വന്ന് വാർത്തയും പഴന്തമിഴ് പാട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത്, ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം 93 കാലഘട്ടമാണ്. 93 വലിയ പ്രത്യേകതയുണ്ട്. 93 ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ള ഒരു വർഷമാണ്. അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ്. അപ്പൊ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം. 93 മറ്റൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു ശശിശേഖരന്റെ അച്ഛന്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ്. അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും 18ാം നൂറ്റാണ്ടും ഒക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി. അങ്ങനെയാണ് മാളികപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതി വളവാക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത്. പക്ഷെ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത്. കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കൂ, അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കും എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എന്ന് എഴുതാൻ പോയില്ല. കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും. അതിനുപകരം പകൽ എഴുതിയിട്ട് ഇതിന്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണുവും ഞാനും ഞങ്ങൾ എഴുതിയ സാധനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഇപ്പൊ വേണേൽ സ്റ്റേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നാളെ അതിന്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്തുകയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാനിപ്പോ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം ഇത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ്. അർജുനാണ് അതിലെ ഹീറോ. അതിന്റെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്, വിഷ്ണു.
നമ്മുടെ വിനയൻ സാറിന്റെ മകൻ വിഷ്ണു എവിടെയോ ഉണ്ടായിരുന്നു. അപ്പം അതിലെ നായകനും അർജുനാണ്. അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി. കഥ പറഞ്ഞ് ലൊക്കേഷനിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി. അങ്ങനെ എന്ത് അഭിലാഷേട്ടന്റെ സ്ക്രിപ്റ്റ് ആവുമ്പോ കഥ എന്തായാലും അടിപൊളിയായിരിക്കും, നമുക്ക് അങ്ങ് അനുമാനിക്കാം. അഭിലാഷേട്ടാ അതെ അതെ അതെ, നീ ചുമ്മാ ഇരിക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇത് ഞങ്ങളുടെ 3 പേരുടെ സിനിമയല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ പുറകെ നമുക്ക് വിളിക്കാം. ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും. പിന്നല്ല, അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്, ഇവിടെ ഇന്നും വന്നിരിക്കാതെ അല്ലേ, ഒരു വലിയ എളിമയോട് കൂടി നമ്മുടെ അർജുൻ ചേട്ടൻ അവിടെ. അർജുൻ ചേട്ടാ, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഹലോ, നമസ്കാരം. അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ ഒപ്പം അനാമികയായിട്ട് വന്നിട്ട്, അനാമികയുടെ കൂടെ അനാമിക മാത്രമല്ല, ഇപ്പൊ ഒരു 3ാമത്തെ കക്ഷിയാണ് കൂടെ. അത് അടുത്ത പടത്തിൽ മനസ്സിലാവും. കാണാനെങ്കിലും ഉണ്ടെങ്കിലും പറയുന്നില്ല അങ്ങനെ. അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു. ഇതിപ്പോ എന്താണ് ചേട്ടാ, സുമതി ഉള്ളവര് സുമതിയുടെ ഒപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ? കഥ പറയാൻ കഥ പറഞ്ഞിട്ടില്ല എന്നല്ലേ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കഥയൊക്കെ അറിയാം. 2018 കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണത് ഞാൻ. അയ്യേ, കഥ കേൾക്കണ വേറെ എന്താ ചെയ്യണ? അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ടാണ്. അർജുന് കാർ വാഷ് ഉണ്ടായിട്ടാണെന്ന് പറയുന്നത്. അന്ന് ഈ കഥ കേട്ടപ്പോ എന്റെ അടുത്ത് അർജുൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അല്ല, അതിന് കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്ന് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്. ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട ഒരാളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പോ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുമതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രഞ്ജിൻ ചേട്ടൻ കൊളവാക്കിയ പോലെ ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും മറക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അത് പൊട്ടിച്ച്. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഹീറോ ഇവിടെ ഉള്ളത് കൊണ്ട് അർജുനോട് ഞാൻ ചോദിക്കാം, മൈക്ക് കൈമാറണ്ട, ഞാൻ അർജുനോട് ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാ ചേട്ടാ ഒന്ന് പറയാം. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണ് ഇതിൽ? ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെയാണ്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ എന്നാ അത് ചേട്ടാ, നമുക്ക് അവരെ ഒന്ന് ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഇപ്പൊ എന്തായാലും ഡയറക്ടർ ഉണ്ട്, റൈറ്റർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ഹീറോ ഉണ്ട്. കാസ്റ്റിലേക്ക് അഭിലാഷേട്ടൻ വിളിക്കും. ഞാനിപ്പോ ക്രൂ, എന്റെ ടീമിനൊന്ന് ഞാൻ വിളിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ പടത്തിന് ഇപ്പോൾ DOP ചെയ്യാനായിട്ട് മാളികപ്പുറത്തിന് വിഷ്ണുവേട്ടനായിരുന്നു. ഇതിൽ പക്ഷേ ഞാൻ ഒന്ന് തമിഴിൽ നിന്നൊരു DOPനെ കൊണ്ടുവരികയാണ്. അദ്ദേഹം ലവ് ടുഡേ എന്നുള്ള സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ, സഭാനായകൻ, ഇപ്പോൾ വിജയ് സേതുപതിയുടെ ഇറങ്ങാൻ പോകുന്ന മഹാരാജ എന്ന ഈ ചിത്രങ്ങൾ ചെയ്ത DOP ആണ്. ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ സീമരാജ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടാണ്. അതിനുശേഷം ഉണ്ടായ ഒരു ചങ്ങാത്തമാണ്. അപ്പൊ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേശ് പുരുഷോത്തമനെ ഐ ആം വെൽക്കമിങ് സാർ, കം ടു സ്റ്റേജ് ബ്രദർ. ജിഗർദണ്ഡ XX എന്ന 2 സിനിമകൾ ചെയ്ത ഷഫീഖ് മുഹമ്മദ് ആണ് നമ്മുടെ ഈ പടത്തിന്റെ എഡിറ്റർ. ഇനിയിപ്പോ നമ്മുടെ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ അജയേട്ടനാണ്. അജയ് മങ്കാൾ ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അജയേട്ടന്റെ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങിയ ഈ പരിപാടി നമ്മളിപ്പോ ഇന്നത്തെ ഒരു നൈറ്റ് പോരാ. എല്ലാവർക്കും അറിയാം അജയേട്ടനെ. അജയേട്ട എവിടെ ഉണ്ടോ? ഓക്കെ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ചെയ്യുന്ന സുജിത് മട്ടന്നൂർ, സുജിത്തേട്ടനെ
സുഹിത് പട്ടന്നൂര് ചേട്ടനെയും ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ജിത്തേട്ട, നിങ്ങളെ ജിത്തേട്ടനാണ് നമ്മുടെ പടത്തിലെ ചമയങ്ങളെല്ലാം നോക്കുന്നത്. കാസ്റ്റ് അഭിലാഷണം പറയുന്നത്. ഇതില് കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിംഗ് ആയിട്ടില്ല. കാരണം ഈ സിനിമയിൽ കുറെ കഥാപാത്രങ്ങൾ ഇപ്പൊ ഫൈനൽ സ്ക്രിപ്റ്റ് ആവുമ്പോഴേക്കാണ്. ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണമെന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട്. പ്രേമലൂരൊക്കെ കുറെ തവണ. അപ്പോൾ ആ ആള് ശ്യാമ ഈ സിനിമയിലൊരു ത്രൂ ഔട്ട് വേഷമായിരുന്നു. ശ്യാമിനെ വിളിച്ചിട്ട് ശ്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്യാം നമ്മുടെ അടുത്ത പടത്തിൽ വിഷ്ണുവാണ് പറയുന്നത് ആദ്യം. അപ്പൊ ശ്യാം ചോദിച്ചു, ചേട്ടാ JK ആണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ല എന്ന് പറഞ്ഞു. പറയണ എന്ന് സംസാരിക്കണം എനിക്കറിയില്ലേ. എല്ലാരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. IMA ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ IMA ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലൊരു കഥ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട്. അഭിലാഷോടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ക്രൂവും കാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അർജുൻ ബ്രോയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, റൊമാൻസ്. അതെ, അനൗൺസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ചേട്ടാ, സ്പെഷ്യൽ താങ്ക്സ് ടു യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു പടമായിരിക്കുന്നു വിശ്വസിക്കുന്നു, അല്ലേ? വരുന്നവരും പോകുന്നവരും ഒക്കെ കുഴപ്പമില്ല. അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി. ഇനിയും ഇവർക്കൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന, നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി, ഗോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പിള്ള രാജേഷേട്ടന്റെ മകൻ നിരഞ്ജൻ. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇവിടെ ഇത്രയും ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ. ഭയങ്കര ഹ്യൂമങ്കസ് ലോഞ്ചാണ്. അപ്പം അത്രയും വലിപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ 5 ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത്. അപ്പം കൈ വിറച്ചാണ് എനിക്ക്. പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷ്ണുവിനെ വരെ കൊണ്ടുവന്നത്. വളരെ രസകരമായ സംഭവമുണ്ട്. ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി. നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീട്ടിലും പോയി. രാവിലെ 5 മണിക്ക് എന്നെ വിളിക്കുകയാണ്, ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇവൻ സേഫ് ആണല്ലോ, വീട്ടിലാണോ വീണത്. ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു. പോയി തുറക്കുമ്പോ ആരും ഇല്ലാന്ന് പറഞ്ഞു. 4 തവണ കോളിംഗ് ബെൽ അടിച്ചു, വീണ്ടും തുറന്നു. പിന്നെ കോളിംഗ് ബെല്ല് കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ, സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തു വിടാം. കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ കാണിച്ചു തരാം അതിലെന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കേറി ആയെന്നുള്ളത്. അടുത്തത് ഈ പറയുന്ന പോലെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല. ആളിവിടെ എത്തിയിട്ടുണ്ട്, ദേവനന്ദ ഈ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ദേവനന്ദ വാ. കുറച്ച് ദിവസം ഏറില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറി പറഞ്ഞു നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അവർക്ക് ഇന്ന് ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയേണ്ടത്. എല്ലാരും ഇടയ്ക്കെന്നെ നിൽക്കുന്നത് നല്ലതല്ലേ? ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളികപ്പുറം ടീമിന്റെ തന്നെ പുതിയ സിനിമയാണ്. അഭിലാഷ് ചേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജിത് ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അതും കുറേ പുതിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുരളി അങ്കിളിന് ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷെ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ലാൽ സാർ ഈ പടത്തിലൊരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അർജുൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതെല്ലാം സിനിമയിൽ സ്ക്രിപ്റ്റിന് ഞങ്ങൾക്ക് ഉപയോഗമായിട്ടുള്ളതാണ്. അതേപോലെ ഈ പടത്തില് ദേവാന്തരൊപ്പം തന്നെ ശ്രീപദും ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രീപദിൽ നിന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല, മറ്റൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഈ സിനിമയിലേക്ക് വിളിക്കാനുള്ളത് ഞങ്ങളുടെ ഫീമെയിൽ ലീഡ് ആർട്ടിസ്റ്റുകളെയാണ്. അപ്പൊ അതിൽ ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു 3 ഹീറോയിൻസിനെ ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണം. അതിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല. അത് ആളിപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പടത്തിന്റെ ഷൂട്ടിലാണ്. അപ്പൊ ആ പേര് ഞങ്ങൾ പുറകെ റിവീൽ ചെയ്യുന്നുള്ളൂ. പിന്നെയുള്ള 2 പേരോട് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം വിളിക്കേണ്ടത് നമുക്കൊക്കെ അറിയാം, ടെലിവിഷനിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുള്ള, ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ്. ആള് ചെറുപ്പത്തിലെ ലാലേട്ടന്റെ മകളായിട്ട് ബാലേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആള് മലയാള സിനിമയിലേക്ക് ഞങ്ങളൊരു ഹീറോയിനായിട്ട് ഈ പടത്തിൽ കൊണ്ടുവരികയാണ്. ഗോപിക. നമസ്കാരം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത്. ശിവം, ഷാജി കൈലാസ് സാറിൻ്റെ. പിന്നെ ബാലേട്ടൻ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷവും ഉണ്ട്, ടെൻഷനും ഉണ്ട്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലിയായിട്ടാണ്. അപ്പം ഞാനിനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ അഭിലാഷ് ഏട്ടൻ സുമതി വളവുമായിട്ട് വന്നത്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷ് ചേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അഭിലാഷ് ചേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ, അമ്മ, അനിയത്തി. ഇപ്പം എനിക്കൊരു ഫാമിലിയും കൂടി ഉണ്ട്. ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന ജിപ്പി ചേട്ടൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ. അഭിലാഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കാന്ന്. പക്ഷെ അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച് ഗോപിക. അഭിഷേട്ടാ, ഇനി നമുക്ക് ആരെയാണ് വിളിക്കാനുള്ളത്? ഗോപികനെ സജസ്റ്റ് ചെയ്തത് എന്റെ അമ്മയാണ് കേട്ടോ. എന്നും 7:30-8 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു. ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത്. അപ്പൊ ആ സീരിയലിൽ നിന്നു, സീരിയൽ കഴിഞ്ഞു. ഇനി വിളിക്കാനുള്ളത്, കുറച്ചു മുമ്പ് ഷ്യാമിന്റെ കാര്യം പറഞ്ഞല്ലേ, പ്രേമലു അടുത്ത സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ഒന്നായിരുന്നു. ആ പ്രേമലുവിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങൾ ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അഖില ആ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു. അഖിലയും ഈ സിനിമയിൽ ഒരു റോഡ് വേഷം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്നായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ശ്യാമേട്ടൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിന് ശേഷം ഇങ്ങനെ അടുത്ത പടേതാന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ശ്യാമേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ അഭിലാഷേട്ടൻ്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്തിൻ്റെ അടുത്ത ടീമിൻ്റെ പടമാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അടിപൊളി, ഭാഗ്യം, ശ്യാമേട്ട ഭാഗ്യം എന്നൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ 3 മണിക്കൂർ മുമ്പ് കഥ കേട്ടത്. 3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം സ്റ്റേജിൽ വിളിച്ചത്. അതെ, അപ്പോൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ പടത്തിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്നുള്ളതും ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരു നാട്ടുകാരാണ്, അറിയോന്നറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. ഇവരിവിടെ വന്നത് പോയത് എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു. അപ്പൊ ദേവനന്ദയ്ക്ക് ശേഷം നാളെ എയറിലേക്ക് കയറാൻ ഞാൻ തയ്യാറായിക്കാണ്. ഇതൊന്നും ഞാൻ പറയിച്ചല്ലോ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഫോണിൽ വിളിച്ച ആള് ഞാനാണ്. അത് ഒറ്റ തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത്. അത് എല്ലാവരും വന്നു, എല്ലാവരും നല്ലത് പറഞ്ഞു. ഇതിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു, കുറച്ച് ലിസ്റ്റിൽ വിട്ടുപോയതാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ ഞങ്ങൾ ഈ കാണിച്ച ടൈറ്റിൽ ലോഞ്ചിന്റെ വീഡിയോയിലെ ശബ്ദം,
അത് ഞങ്ങൾക്ക് ആര് ചെയ്താൽ നന്നാവും എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ എടുക്കുന്ന കൂട്ടത്തിലാണ് വിഷ്ണു ഗീത ചേച്ചിയുടെ കാര്യം പറയുന്നത്. മാത്രമല്ല ചുരുളിയിലെ ആ വോയിസ് ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ചേച്ചിയെ ഇതേപോലെ തന്നെ ഫോണിൽ വിളിച്ച് ചേച്ചി ഇതേപോലെ ഒരു സംഭവം എനിക്ക് ഡബ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ചേച്ചി വന്ന് എനിക്കത് ചെയ്തു തന്നു, ഞങ്ങൾക്കത് ചെയ്തു തന്നു. അപ്പൊ ചേച്ചിക്ക് സത്യം പറഞ്ഞ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയാണ്. ചേച്ചി എൻ്റെ അടുത്ത് സാധാരണ നമ്മളെ ഒരു ആർട്ടിസ്റ്റ് അതിനെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. വലിയ സന്തോഷമുണ്ട് ചെയ്തു തന്നതിന്. ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നു പോയിരുന്നു. പ്ലീസ് സ്റ്റേജിലേക്ക് വരണം വിഷ്ണു. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ കാസ്റ്റ് ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഇന്നിവിടെ വരാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവരുടെ പേര് ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല, ഡിസൈഡ് ചെയ്തതാണ്. കുറെ ആർട്ടിസ്റ്റുകളെ വിട്ടുപോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വേദിയിൽ ഇരിക്കുന്ന ഒരാളെ ഞങ്ങൾ വിട്ടിരുന്നു. വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ജസ്നിയും ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ വിളിക്കാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. സ്റ്റേജിലേക്ക് വരാം. പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും ഇപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. സുമതി വളവ് എന്റെ ശബ്ദത്തിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അതിന്റെ ടൈറ്റിൽ അനൗൺസ് ആയതിൽ ഒരുപാട് സന്തോഷം. റിയലി പ്രൗഡ്. അപ്പോ ഉറപ്പായിട്ടും ഇവിടെ എല്ലാവരും പറഞ്ഞു അഭിലാഷിനെ കുറിച്ചിട്ട്. ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അഭിലാഷ് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ചേച്ചി വന്ന് ഒരു വോയിസ് ഓവർ ഉണ്ടെന്ന് വരുമെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും എൻ്റെ ശബ്ദം അത് ആർക്കെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് പോയി ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷ്ണുവിന്റെ എക്സൈറ്റ്മെന്റ് അഭിലാഷ് അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയാ ഒത്തിരി സന്തോഷം. കാരണം ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വോയിസ് ഓവറിൽ കൂടിയെങ്കിലും ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ സന്തോഷം. സുമതി വളവ് ഒരു വലിയ സക്സസ് ആവട്ടെ. മാളികപ്പുറത്തിന് ശേഷം മാളികപ്പുറത്തിനെക്കാട്ടിലും വലിയൊരു സക്സസുമായിട്ട് അഭിലാഷ് പിള്ളയും വിഷ്ണുവും പിന്നെ പ്രിയപ്പെട്ട അർജുനും എല്ലാവരും മൊത്തം ടീമിനും എൻ്റെ വലിയ ഒരു ആശംസ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ട്രയോ എന്ന് പറയുന്നത് ഫാമിലിയാണ്. വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടനും രഞ്ജൻ ചേട്ടനും പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാമിലി ഓൾ പ്രോജക്റ്റ്. മാളികപ്പുറം ആയാലും ഐ ഡീൽ ഇറ്റ് ഇൻ സച്ച് എ വേ ആൻഡ് ഐ എം സോ ബ്ലെസ്ഡ് ടു ബി ഇൻ ദിസ് പ്രോജക്റ്റ് ആൻഡ് റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് ട്രയോ മാസ്റ്റർപീസ്. താങ്ക് യു. പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ ശബ്ദം ചേച്ചിയുടെ ചോദിച്ചു. ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് ചെയ്തു തന്നു. അപ്പോൾ ഒരു സർപ്രൈസുകൾ പറയാം. ചേച്ചി ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒരു കഥാപാത്രം. അത് ഈ വേദിയിൽ വെച്ചിട്ട് ഞാൻ ചേച്ചിയോട് പറയുകയാണ്. ഇത് ആ ശബ്ദം ഞങ്ങൾക്ക് തന്നതിന് തിരിച്ച് ഞങ്ങൾ തരുന്ന സമ്മാനമാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ്, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ്. മാളികപ്പുറം എന്താണ്, ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓളം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ മലയാളത്തിൽ മാത്രമല്ല, ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷനായിരുന്നു ഇത് അവിടെയും. ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ ഗാരു പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീത ആർട്സ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ. അത്രയും വലിയൊരു റിലീസായിരുന്നു, അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു. ബിപിൻ ബ്രോ പറഞ്ഞു, നിനക്ക് എവിടുന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത്. വളരെ അതിനുള്ളൊരു അതിശയോക്തിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോട് കൂടിയാണ് അദ്ദേഹം സിനിമ ഇപ്പൊ കാണുന്നത്. മാളികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷിനെ എനിക്കറിയാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. മാത്രമല്ല ചിരഞ്ജീവി സാറിനെയും നാഗാർജുന സാറിനെയൊക്കെ വെച്ച് പടം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ, ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ നിന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി അഭിലാഷ് പുറം ഭയങ്കര ബിസിയാണ്, എന്താ ചെയ്യുക, ഓരോ പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല, ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട്. എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. തുറന്നു പറയട്ടെ, ഒരു തട്ടുപൊളിപ്പൻ പടമാണ് ഈ സാധനം. ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ
ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണ്. വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയാവാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എലമെന്റ് ആണ് ഇവര് അണിയറയിൽ ഇവര് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോ അഭിലാഷ് ബ്രോ ഇതിൽ തെലുങ്കിൽ നല്ല പോസിബിലിറ്റി ഉണ്ട്, ഓൾറെഡി നമുക്ക് ഗീതാർട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ പ്രേമലൂല് എല്ലാവരും ഇതിനകത്തുണ്ട്. പിന്നെ അഭിലാഷ് ബ്രോ ഒരു വേറെ ലെവലാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീ ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഐ എം വെരി വെരി ഹാപ്പി. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ലക്കിയാണ്. കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ള ഒരു കഥാപാത്രം, അതും നായികയായിട്ട് ഇതിൽ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളതാണ്. കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം. ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നിരുന്നു, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള. എനിക്ക് എപ്പോഴും ലൈഫിൽ തോന്നിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ്. ആൻഡ് ഷീ ടുക്ക് ദാറ്റ്. സീരിയലുകളാണെങ്കിലും വെബ് സീരീസ്, സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു. സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഗോപികയിലുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദിസ് ആൻഡ് ദാറ്റ് വെയിറ്റ് വാസ് വർത്ത് ഇറ്റ്. അഭിലാഷ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഐ എം ഓൾസോ വെയിറ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ പൊതുവെ ഗോപിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. നിങ്ങൾ ഈ കാണുന്ന സാന്ത്വനത്തിൽ കാണുന്ന അങ്ങനെ ഒരു ആളെ അല്ല. ക്രൗഡിനെ പേടിയാണ്, മീഡിയനെ പേടിയാണ്, ക്യാമറ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇപ്പൊ വിഷ്ണു ബ്രോനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു, അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും. ആണോ? അപ്പൊ എനിക്ക് അഭിനയിച്ചോട് അഭിനയിക്കാം, എന്നാലും പേടി. ഞാൻ ചോദിച്ചു, ചിലപ്പോൾ തൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ ഒരു ഓഡിഷൻ വെച്ചേക്കാം, ചിലപ്പോൾ ഒന്നും മിണ്ടില്ല, തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോക്കോളാൻ പറയും. എന്തുണ്ടാവാം. അപ്പൊ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലയിലാണ്. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, വിഷ്ണു ബ്രോ ഉണ്ട്, അഭിലാഷ് ബ്രോ ഉണ്ട്. എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് അഭിലാഷ് ബ്രോ ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത്, യുനോ കാർഡ്സ് കളിക്കാൻ അറിയോ? അപ്പൊ അവള് എൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, അല്ല അറിയില്ല. അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യുനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാവരും കൂടി ഇരുന്ന് യുനോ കളിച്ചു. അതിൽ അവൾ ജയിച്ചു. എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു, ഇവള് നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നി, ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത്. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ് ഇവള് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യുനോ കാർഡ് കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ അതിന്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെയായിരിക്കും. എന്തായാലും ഗംഭീരമാവട്ടെ. മുരളിച്ചേട്ടനെ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറെയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല. സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, എല്ലാവരും ഹൊറർ കോമഡിയെ കുറിച്ച് പറഞ്ഞു. കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രേതം ഒരു ഹൊറർ കോമഡി ആയിരുന്നു. അത് കുട്ടികളിൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. സോ എല്ലാം കൊണ്ടും ഇപ്പൊ സംഭവം കറക്റ്റ് ആണ്. നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് അവസാനം പിന്നെ ഇതേ ഹോളിൽ തന്നെ സക്സസ് മീറ്റിന് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം. ഈ അഭിലാഷ് ഇലക്ഷനിൽ നിന്ന പുഷ്പം പോലെ ജയിക്കും. അതിന് മാത്രം ഗ്രൗണ്ട് സപ്പോർട്ടിങ് ആണ് നിനക്ക്. ഇവിടെ വന്ന എല്ലാ സംവിധായകരും പറയുന്നത് കേട്ടില്ലേ, അവരോട് കുറെ കഥകൾ പറഞ്ഞു. നീ ജെയിംസ് ക്യാമറോണോടും പറഞ്ഞിട്ടുണ്ടാവും കഥ, നടക്കാട്ട് പോയ ഒരു കഥ അവിടെ ഉണ്ടാവും. ഇതിന് മൊത്തം കഥ പറഞ്ഞതാവേ. എന്തായാലും വളരെ സന്തോഷം. അഭിലാഷ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന എടപ്പള്ളിയിൽ ഞങ്ങൾ ഒരു കോഴിയുടെ നേർച്ച ചെയ്യുന്ന സമയത്താണ് ആൽവിൻ ചേട്ടനാണ് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള പരിചയമാണ്. എല്ലാ സിനിമകളും വിളിച്ച് പറയാറുണ്ട്. സന്തോഷം നിന്റെ ഇങ്ങനെ വളർച്ചയിൽ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പറഞ്ഞു അവൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം. പക്ഷേ എഴുത്തുകാരിൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ലെവലിലേക്ക് അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിച്ച ആളാണ്. സെലിബ്രിറ്റി റൈറ്ററാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അതിൽ. എന്തായാലും ഈ സിനിമയും ഗംഭീരമാവട്ടെ. നമസ്കാരം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള ആൾക്ക് നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ, വണ്ടർഫുൾ ക്രൂ, വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ്, അപ്പം എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ
കാണുമ്പോൾ നമുക്ക് കൊതി വരും. എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നറിയാം. അപ്പോൾ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലേ. എല്ലാ ദിവസവും കഥ പറയും, എല്ലാ ദിവസവും വിളിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ മലയാള സിനിമ ഇപ്പൊ 90s ആണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന്. കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് 2024 1000 കോടി വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ്. മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീഷായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിൾ വരെ എഴുതി. സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ മലയാളം സിനിമ. അത് മാത്രമല്ല കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് OTT അപ്പം പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം. അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ. പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ OTTയും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം. നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം. അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് അല്ല, ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും. ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ല കണ്ടന്റ് ഉണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ്. അതിൻ്റെ കൂടെ ഹൊറർ നമ്മൾ കണ്ടതാണ്. ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള, പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന, പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജനെയും ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. മുരളിച്ചേട്ടൻ ഓൾസോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം വെറൈറ്റി തേടി പോകുന്ന സാർ ഇതിൽ നിന്ന് ഏത് കഥ ചൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്? അല്ല, ഞാൻ പറഞ്ഞത് അത് പല പല കാരണങ്ങൾ കൊണ്ട്. അഭിലാഷ് ആദ്യമായിട്ട് പറഞ്ഞ കഥ തന്നെ അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് നടക്കാൻ. ചിലപ്പോൾ അതിൽ അതിന്റെ കോസ്റ്റ് ഒത്തു വന്നിട്ടില്ല, അതിന്റെ കാസ്റ്റ് ഒത്തു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിന്നെ ചെയ്യാം. അങ്ങനെ അഭിലാഷ് വേറെ കഥകളിലേക്ക് പോകുന്നു, അത് ശരിയാവുന്നത് അതൊരു ആ മിക്സ് ശരിയാവാത്തതിന്റെയാണ്. അത് ഉടനെ ഉണ്ടാവും. ഞങ്ങൾ അത്രയും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ വർഷം തന്നെ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. അപ്പം എന്തായാലും ഈ വർഷം തന്നെ വെയിറ്റിംഗ് ഫോർ ദാറ്റ് സൂപ്പർ ഹിറ്റ്.